നമസ്കാരം. പുതിയ സെക്രട്ടറി അസിസ്റ്റൻ്റ് മെയിൻ പരീക്ഷയുടെ സിലബസ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. സിലബസ് എന്ന് പറയുന്നത് 2 പേപ്പറായിട്ടാണ്. 100 മാർക്കിൻ്റെ സിലബസാണ്. ഇത് പേപ്പർ 1ൻ്റെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് നമുക്ക് നോക്കാം. സാധാരണ PSC പരീക്ഷ ഉള്ള പോലെ ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, ബയോളജി, അതിൽ കൂടെ തന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ഈ 6 വിഷയങ്ങൾക്കും 7 മാർക്ക് വീതം 43 മാർക്കിനും. പിന്നെ ആർട്സ്, കലാസാംസ്കാരികം, സ്പോർട്സ് അതെല്ലാം കൂടെ ചേർത്ത് 8 3 11 മാർക്കിനുമാണ്. പിന്നെ ITക്ക് 6 മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. മാത്സിന് പ്രിലിംസിന് 20 പക്ഷേ മെയിൻസിൽ പേപ്പർ 1ൽ 15 മാർക്കും ഇംഗ്ലീഷും മലയാളം കൂടെ 26 മാർക്കിനും ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 41 മാർക്കിന് ഈ 3 ടോപ്പിക്ക് തന്നെ ഉണ്ട്. ബാക്കിയുള്ള 59 മാർക്ക് ബാക്കിയുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നല്ലൊരു കട്ടി സിലബസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. കട്ടി മീൻസ് അത് എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ സിലബസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്ഥിരം PSC പാറ്റേണിൽ ഒരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് കേരള ഹിസ്റ്ററി ടോപ്പിക്ക് ഫുള്ള് പോകുന്നത്. അത് പ്രിലിംസിലുള്ള അതേ സിലബസ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യ ഹിസ്റ്ററി നോക്കിയാലും അതേപോലെ ഫുൾ സിലബസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഹിന്ദി ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി തൊട്ട് ഇവിടെ ഫോറിൻ പോളിസി, വിദേശ നയം വരെ ഉണ്ട്. പിന്നെ അതേപോലെ വേൾഡ് ഹിസ്റ്ററി, ജിയോഗ്രഫിയും അതുപോലെ തന്നെ പോകുന്നുണ്ട്. അതിന് 7 മാർക്ക് തന്നെ. അപ്പോൾ പ്രിലിംസിന്, അതായത് മെയിൻസിന് ഈ ടോപ്പിക്ക് പഠിക്കുന്നതിൽ പ്രിലിംസിന് ഒരു നഷ്ടവും വരത്തില്ല. വെറും മാർക്കിൻ്റെ വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇയാളുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഫുൾ ടോപ്പിക്കിനുള്ള 10 മാർക്ക് പ്രിലിംസ്, ജിയോഗ്രഫി 5 ഉള്ളൂ, എക്കണോമിക്സ് 5 മാർക്കാണ്, ഇതിൽ 7 മാർക്കുണ്ട്. പിന്നെ ബയോളജി, അത് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ടോപ്പിക്കാണ് പ്രിലിംസിൽ വരുന്നത്. പക്ഷേ ഇതിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അതെല്ലാം കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതെല്ലാം കൂടെ 21 മാർക്കിന് സയൻസ് പഠിച്ചവർക്ക് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു എക്സാം ആയിരിക്കും. അപ്പം നമ്മുടെ നോർമൽ PSCയുടെ സിലബസ് തന്നെയാണ് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്ന, മാറ്റമൊന്നുമില്ല. ഓക്കെ, ഒന്നാമത്തെ സെക്ഷൻ അങ്ങനെ നോക്കാം. അപ്പോൾ പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് പേപ്പർ 1 മെയിൻസ് എന്ന് പറയുന്നത്. മികവുറ്റ രണ്ടാമത്തെ ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രിൻസിപ്പിളിനെ കുറിച്ച് 10 മാർക്കിനുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിലബസാണ് ഈ പേപ്പർ 2 ഇറങ്ങുന്നത്. അതിൽ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വരും. പിന്നെ അതിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് പ്രിലിംസിനുണ്ട്, അത് 12 മാർക്കിനുണ്ട്. പിന്നെ അടുത്തത് സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് 8 മാർക്കാണ്. സത്യം പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് 20 മാർക്കിനും ഇതിൽ ചോദിക്കുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ കേരള എക്കോണമി എന്ന് പറയുന്ന ടോപ്പിക്ക് 15 മാർക്കിനുണ്ട്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് 15 മാർക്കിനുണ്ട്. കേരളത്തെക്കുറിച്ച് തന്നെ 30 മാർക്കിന് എക്കണോമിക് സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് അതിലും 20 മാർക്ക് ഉണ്ട്. ഗവേൺസിനെ കുറിച്ച് മാത്രം 10 മാർക്കിനുണ്ട്. അങ്ങനെയാണ് ഒരു വൈഡ് സിലബസ് ഇതിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ പ്രിലിംസ് എന്ന ഓറിയൻറ്റേഷൻ ഇല്ലാതെ മെയിൻസിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇതിൽ പേപ്പർ 2 കുറച്ചൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് ബാക്കിയുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പേപ്പർ 1ഉം പേപ്പർ 2ലെ കോൺസ്റ്റിറ്റ്യൂഷനും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം പൊതുവേ മെയിൻസ്, ഡിഗ്രി, പ്രിലിംസ് എക്സാം അത്യാവശ്യം ഒരു ഗ്രാജുവേറ്റ് ലെവൽ, ഒരു മീഡിയം ലെവലിലുള്ള ഉദ്യോഗാർത്ഥിക്ക് പാസ്സാവാൻ പറ്റുന്നത് തന്നെയാണ്. അതിൻ്റെ മെയിൻസിലാണ് നമുക്ക് എപ്പോഴും അടി പതറുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിജയിക്കാൻ പറ്റുന്ന ഒരു സിലബസാണ്. കാരണം ഇങ്ങനെ തരത്തിൽ ഒരു സിലബസ് ഇറങ്ങുന്നതുകൊണ്ട് ഇത് ഫസ്റ്റ് ടൈം നടക്കുന്ന ഒരു എക്സാമുണ്ട്, KS ലെവൽ എക്സാം ആയിരിക്കും ഇത്. സോ ഹാർഡായിട്ടുള്ള സ്റ്റഡി, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഓക്കെ, കൂടുതൽ വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.